ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത്. അത് ചോതി നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ചോതി നക്ഷത്രം തുലാം രാശിയാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ഈ ചോതി നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയും അതുപോലെ തന്നെ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. അത് വിജയത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു കാലമാണ് ഈ ഒരു വർഷം. ചില സന്ദർഭങ്ങളിൽ തോറ്റുപോയി എന്ന് മനസ്സിൽ തോന്നാം, എങ്കിലും അത് വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയായി. അതായത് സർവേശ്വരകാരകനായ വ്യാഴം 3-6 ഭാവാധിപത്യം കൊണ്ട് തുലാം രാശിക്കാർക്കായിരിക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു ഗ്രഹമല്ല. ആ ഗ്രഹം അതിൻ്റെ അനിഷ്ടഭാവമായ തുലാം രാശിയുടെ അല്ലെങ്കിൽ ചോതി നക്ഷത്രത്തിൻ്റെ അനിഷ്ടഭാവമായ അഷ്ടമഭാവത്തിൽ നിൽക്കുമ്പോൾ പല വിധത്തിലും മനസ്സ് നിലച്ചിരിക്കാത്ത കാര്യങ്ങൾക്ക് പോലും ചില ക്ലേശങ്ങൾ, കഷ്ടതകൾ വന്നുപെടുവാൻ വളരെ സൂചനയുണ്ട്. ആയതിനാൽ ഈ നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അതായത് ഏറ്റവും പ്രധാനം നൽകേണ്ടത് ആരോഗ്യത്തിനാണ്. ഭക്ഷണ കാര്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. രോഗം വന്നു കഴിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളതല്ല, രോഗാവസ്ഥകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഭക്ഷണം മൂലം, വെള്ളം മൂലം ദിനചര്യകൾക്ക് കൃത്യനിഷ്ഠ വേണ്ട ഒരു വർഷമാണ്. ഉറങ്ങുന്ന കാര്യത്തിലായാലും ഉണരുന്ന കാര്യത്തിലായാലും ഇതൊക്കെ വെറും നിസ്സാര കാര്യമാണെന്ന് ചിലർക്ക് തോന്നാം. എന്നാൽ നിശ്ചിത സമയം നമ്മൾ ഉറങ്ങണം, അധികം ഉറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുക. യോഗ ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക, വ്യായാമം ചെയ്യുക ഒക്കെ ചെയ്യേണ്ടവർ ആ കൃത്യസമയത്ത് ചെയ്യുക തന്നെ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ആരോഗ്യം, ഭക്ഷണവുമൊക്കെ നിയന്ത്രിച്ചാൽ മെച്ചമായിട്ട് വരും. എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉള്ളവർക്കാണെങ്കിൽ രോഗാവസ്ഥകൾ വരാതിരിക്കുവാനും ഇത് വളരെ നല്ലതാണ്. അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് ഭദ്രത കൈവരിക്കാം. രോഗാവസ്ഥ വന്നു പോയാൽ കയ്യിലിരിക്കുന്നത് പോവുകയും ചെയ്യും, ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ട് അക്കാര്യങ്ങൾ അതീവ ജാഗ്രത ആവശ്യമാണ്. ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിൽ തന്നെ ആരംഭത്തിലെ ചികിത്സ തേടേണ്ടതാണ്. ചികിത്സ തേടിയാൽ അത് കുറയുന്നതുമാണ്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് പൊതുവെ ചില ക്ലേശങ്ങൾ, അതായത് തൊഴിൽ ഭാവത്തിൽ പ്രബല ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നില്ലാത്ത ഒരു വർഷമാണ്. തൊഴിൽ സ്ഥാനാധിപൻ ചില ദിവസങ്ങൾ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തുലാം രാശിക്കാരായ ഈ ചോതി നക്ഷത്രക്കാർക്ക് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ 2.25 ദിവസമേ ഒരു ദിവസം നിൽക്കൂ. അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാകുവാൻ യോഗമുണ്ട്. അതായത് കുറിച്ചട്ടി അടിക്കുക, ബ്രോക്കറിംഗ്, ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചില ദിവസങ്ങളിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ചില കുതിച്ചുയറ്റങ്ങൾ വരിക. അത് ബ്രോക്കറിംഗ് ആയാലും പെട്ടെന്ന് ചില ദിവസങ്ങളിൽ ഒരു കച്ചവടം നടന്നു, നല്ല ലാഭം കിട്ടി, പിന്നെ കുറേ നാളത്തേന് ഒന്നും കിട്ടിയില്ല എന്ന് വരാം. അതുപോലെ ലോട്ടറി അടിക്കുന്നതും അപ്രകാരമാണ്. നല്ല തുക ലോട്ടറി അടിച്ചു ഒരു ദിവസം, പിന്നെ ഒന്നും കിട്ടിയെന്ന് വരികയില്ല. അങ്ങനെ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങൾ. അതുപോലെ പുതിയ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ ജോലി, നല്ല സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരേണ്ടത്, അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുക, അതൊന്നും എന്നും ഉള്ളതല്ലല്ലോ. ജീവിതത്തിൽ തന്നെ ഒരിക്കൽ മാത്രം വന്നു ചേരുന്ന ഭാഗ്യമാണ്. അങ്ങനെയുള്ള ചില ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും ഒരു നിസ്സഹകരണം ഒരുപക്ഷെ ഉണ്ടാകാം. അവർ മുഖാന്തരം ക്ലേശങ്ങൾ ഉണ്ടാകാം, ധനനഷ്ടങ്ങൾ ഉണ്ടാകാം. അതൊക്കെ മനക്ലേശങ്ങൾ ഉണ്ടാകാതെയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. കുടുംബത്ത് പൊതുവെ ഐശ്വര്യമുള്ള കാലമാണ്.
നാലാം ഭാവം, നാലാണല്ലോ കുടുംബം, വീട്, മാതാവ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭാഗ്യമുള്ള ഒരു വർഷമാണ്. നാലാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും അധിപൻ ശനിയാണ്. പാരമ്പര്യ രീതി അനുസരിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ, മാതാപിതാക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഒത്ത് സന്തോഷമായിട്ട് ജീവിക്കുവാൻ ഈ ഒരു വർഷം യോഗമുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദ്യ അലസത വന്നു പെടാം. അത് സ്വയം നിയന്ത്രിക്കുക. അവരവരുടേതായ ബുദ്ധിവൈഭവങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കണം. അങ്ങനെയാണ് എങ്കിൽ പല ടെസ്റ്റുകളും എഴുതുന്നതിനും, അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനും, ഇൻ്റർവ്യൂവിൽ പാസ്സാകുന്നതിനും, പരീക്ഷയിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിനും, വിദ്യാ കാര്യത്തിലൊക്കെ നല്ല വിജയം വന്നു ചേരേണ്ട ഒരു വർഷവും കൂടിയാണ്. അധിക കടങ്ങളൊന്നും സൂചകമല്ല. കടങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, വലിയ കടങ്ങളാണ് എങ്കിൽ പോലും ഈ ഒരു വർഷം കടം വീടുന്നതിനുള്ള യോഗമുണ്ട്. അതായത് നിയമപരമായ ചില പ്രശ്നങ്ങൾ കോടതി മുഖാന്തരമോ പോലീസ് സ്റ്റേഷൻ മുഖാന്തരമോ ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ വിട്ടുമാറി അതിൽ നിന്നെല്ലാം മുക്തരായി മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും വന്നു ചേരത്തക്ക രീതിയിലൊരു അന്തരീക്ഷം കുടുംബജീവിതത്തിൽ, നാട്ടിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടാകുവാൻ ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് യോഗമുള്ള ഒരു വർഷവും കൂടിയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിന് യോഗമുണ്ട്. അത് പല വിധത്തിലും ഐശ്വര്യപൂർണമായി തീരുകയും ചെയ്യും. വിവാഹ ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്നത് ചൊവ്വയാണ്. ആ ചൊവ്വയുടെയും അതുപോലെ തന്നെ ദാമ്പത്യ കാരകനായ ശുക്രൻ്റെയും ഒക്കെ സ്ഥിതി ഇഷ്ടഭാവത്തിലൂടെ വരികയും, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പൊതുവെ മംഗല്യസ്ഥാനം വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഒക്കെ ഉള്ള ഈ ഒരു വർഷം ഐശ്വര്യസമ്പൂർണമായിട്ട് ദൈവാനുഗ്രഹത്തോടുകൂടി ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും വാക്കാകുന്നതിനും നടക്കുന്നതിനെല്ലാം ഉള്ള ഒരു യോഗമുള്ള ഒരു വർഷമാണ്. അതുപോലെ വന്നു ചേരുന്ന ധനം ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാൻ. ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ കിടക്കുന്നവരായാലും, അത് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ എടുത്ത് മറ്റൊരാൾക്ക് മറിക്കുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം. പിന്നെ അത് ഒരു മനോവിഷമവും കേസും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ളവരാണെങ്കിൽ പോലും, അതുപോലെ തന്നെ വലിയ വലിയ തുകയ്ക്ക് ലോൺ എടുക്കാൻ പോകുന്നവരും ഒക്കെ വളരെ ജാഗ്രതയോടുകൂടി വേണം ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാൻ. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു അനുഭവങ്ങളൊക്കെ വന്നു ചേരും. വിദേശം കൊണ്ട് വിജയങ്ങൾ വന്നു ചേരേണ്ട കാലമാണ്. ക്ലേശങ്ങൾ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കണം എന്ന് മാത്രം. അതുപോലെ ഓരോ വ്യക്തികൾക്കും അവരവരുടെ കുടുംബത്ത് സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷവും കൂടിയാണ്. പൊതുവെ ഈ നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി സന്തോഷകരമായിട്ട് ജീവിക്കുവാൻ പറ്റുന്ന ഒരു വർഷവും കൂടിയാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.